DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 14 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഹിയറിംഗിനുള്ള സമയം ഇന്ന് അവസാനിക്കുകയാണ്. ഇന്നലെ വരെ 122 നിയോജക മണ്ഡലങ്ങളിലാണ് ഹിയറിംഗ് പൂർത്തിയായത്. എല്ലാവരുടെയും ഹിയറിംഗ് നടത്തി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഹിയറിംഗിലൂടെ 39,297 പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത്. ഇതിൽ 33,450 പേർ താമസം മാറിയവരും 1,630 പേർ വിദേശ പൗരത്വം സ്വീകരിച്ചവരുമാണ്. 4,217 പേർ എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരിച്ചവരാണ്. ഈ മാസം 21-നാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, രാജ്യത്ത് നിലവിൽ പ്രചാരത്തിലുള്ള 100, 500 രൂപ നോട്ടുകളിൽ പ്രധാന സുരക്ഷാ മാറ്റങ്ങൾ വരുത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുങ്ങുകയാണ്. 2026-ലെ കറൻസി അപ്ഡേറ്റിന്റെ ഭാഗമായാണ് ഈ നടപടി. എന്നാൽ ഇത് 2016-ലേതുപോലെയുള്ള നോട്ട് നിരോധനമല്ലെന്നും നിലവിലുള്ള നോട്ടുകൾ അസാധുവാകില്ലെന്നും RBI വ്യക്തമാക്കിയിട്ടുണ്ട്. നോട്ടുകളുടെ രൂപകൽപ്പനയിൽ മാറ്റമില്ലെങ്കിലും അവയുടെ സുരക്ഷയും ഈടുനിൽപ്പും വർദ്ധിപ്പിക്കുന്നതിനായുള്ള പരിഷ്കാരങ്ങളാണ് വരുത്തുന്നത്. നോട്ടുകളുടെ പ്രിന്റിംഗിൽ കൂടുതൽ വ്യക്തത ഉറപ്പാക്കും. നോട്ടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ മഷി മങ്ങുന്നത് തടയാൻ കൂടുതൽ കരുത്തുള്ള മഷി ഉപയോഗിക്കും. വാട്ടർമാർക്കിന്റെ വ്യക്തത വർദ്ധിപ്പിക്കുകയും മൈക്രോ ലൈറ്ററിംഗ് കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. കാഴ്ച പരിമിതിയുള്ളവർക്കും മറ്റും നോട്ട് തിരിച്ചറിയാൻ സഹായിക്കുന്ന ടാക്ടൈൽ മാർക്കുകൾ കൂടുതൽ വ്യക്തമാക്കും. ദൈനംദിന ഇടപാടുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന നോട്ടുകളാണ് 100 രൂപയും 500 രൂപയും. നിരന്തരമായ ഉപയോഗം മൂലം ഇവ പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുള്ളതിനാലാണ് ഈടുനിൽപ്പ് വർദ്ധിപ്പിക്കുന്നത്. കൂടാതെ കള്ളനോട്ടുകൾ നിർമ്മിക്കുന്നത് തടയാൻ ആധുനിക സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും RBI ചൂണ്ടിക്കാട്ടി. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുത്തനെ ഉയർന്നിരിക്കുകയാണ്. 1,15,000-ന് മുകളിൽ ഇപ്പോൾ സ്വർണ്ണവില എത്തിയിട്ടുണ്ട്. ഇന്ന് 1 പവൻ സ്വർണത്തിന് ഒറ്റയടിക്ക് 1,920 രൂപയാണ് വർദ്ധിച്ചത്. 1,15,680 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് 240 രൂപയാണ് ആനുപാതികമായി വർദ്ധിച്ചത്. 14,460 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഇന്നലെ 2 തവണകളായി പവന് 2,400 രൂപ കുറഞ്ഞിരുന്നു. വ്യാഴാഴ്ചയും ഇടിവിന്റെ പാതയിലായിരുന്നു. എന്നാൽ ഇന്ന് വില തിരിച്ചു കയറുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. അടുത്ത അറിയിപ്പ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി വഴി 1,000 രൂപ വിതരണം ആരംഭിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ 16 ലക്ഷത്തോളം അപേക്ഷകരിൽ 10 ലക്ഷത്തിലധികം പേർക്കാണ് തുക ലഭിച്ചിരിക്കുന്നത്. അപേക്ഷ നൽകിയിട്ടും തുക ലഭിക്കാത്തവർ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക. അപേക്ഷയിൽ പിശകുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി റീസബ്മിറ്റ് ചെയ്താൽ മാത്രമേ തുക ലഭിക്കൂ. മാർച്ച് മാസത്തിലും സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ്. അതിനാൽ തന്നെ അപേക്ഷയുടെ സ്റ്റാറ്റസ് ഒക്കെ പരിശോധിച്ച് അപേക്ഷയിൽ പിശകുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി റീസബ്മിറ്റ് ചെയ്താൽ മാത്രമേ മാർച്ച് മാസത്തിലും നിങ്ങൾക്ക് തുക ലഭിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.